നമസ്കാരം ഷാ. നമസ്കാരം. കഴിഞ്ഞ ഒരു ദിവസങ്ങളായി ദക്ഷിണ കന്നഡയിൽ നിന്നും വരുന്ന വാർത്തകളാണ്, ദക്ഷിണേന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളാണ്. 31 വയസ്സുകാരി രഞ്ജിത ബെൻസോഡ് എന്ന സ്ത്രീയുടെ കൊലപാതകവും അതിനോട് ബന്ധപ്പെട്ട സംഭവവികാസങ്ങളും. ഇപ്പോൾ അവിടെ ദളിത് സംഘടനകളൊക്കെ സജീവമായി ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു എന്ന് മനസ്സിലാകുന്നു. രാഷ്ട്രീയ ശ്രദ്ധ വരുന്നു. ആ ഒരു പ്രദേശമാകെ കലുഷിതമാണെന്നൊക്കെ മനസ്സിലാകുന്നു. ഇതിൻ്റെ നാൾവഴികളെക്കുറിച്ചും ഇതിൻ്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞാലോ. രഞ്ജിത ബെൻസോഡ് ഈ കർണാടകയെ സംബന്ധിച്ചുള്ളത് ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം. ആ മണ്ണിൽ പെട്ടെന്ന് വർഗീയ ലഹള ഉണ്ടാകാൻ അധിക സമയം വേണ്ട. നമ്മൾ സൈനൈഡ് മോഹനൻ്റെ കഥ എടുത്താൽ പോലും ആദ്യത്തെ കേസ് ഈ അന്വേഷണത്തിലേക്ക് എത്തുന്ന കേസ് തുടങ്ങുന്നത് ഇത്തരത്തിൽ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു പ്രത്യാരോപണങ്ങളും അവിടുത്തെ പ്രതിഷേധങ്ങളുമൊക്കെ തുടങ്ങിയാണ് സൈനൈഡ് മോഹൻ്റെ കഥ അവിടെ ആരംഭിക്കുന്നത്. ആ രീതിയിൽ ആരംഭിച്ച കേസാണ് അവസാനം സൈനൈഡ് മോഹനാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്ന് പറഞ്ഞു വെച്ചത്. അത് ആ രീതിയിൽ കർണാടകയിലെ ആ മണ്ണിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സ്റ്റേറ്റ്. അടുത്ത രാഷ്ട്രീയക്കാരും ആ രീതിയിൽ തന്നെ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പണ്ട് ഇവിടുത്തെ ഒരു വലിയ കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. അന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കത്തിച്ച് കളഞ്ഞു. കോൺഗ്രസിൻ്റെ നേതാവാണെന്ന് ആലോചിക്കണം. കോൺഗ്രസിൻ്റെ നേതാവല്ല, അന്ന് കുട്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനോടൊന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ബാക്കി എല്ലാവരെയും, ആ കുടുംബത്തിലെല്ലാവരെയും അവിടുത്തെ കുറേ ഇസ്ലാമിസ്റ്റുകൾ കത്തിച്ച് കളഞ്ഞ പ്രദേശമാണ്. പണ്ടുതൊട്ടയുടെ വിഷയങ്ങളാണ്. അപ്പോൾ അത്തരത്തിലൊരു സ്ഥലത്താണ് ഇപ്പോൾ രഞ്ജിത ബെൻസോഡ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ജീവനക്കാരിയുടെ, റാംപൂർ ഗവൺമെൻറ് പ്രൈമറി സ്കൂളിലെ പാചകക്കാരിയായിട്ടുള്ള രഞ്ജിത ബെൻസോഡ് എന്ന് പറയുന്ന എല്ലാപ്പൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതി, അവരുടെ കൊലപാതകം ഇക്കഴിഞ്ഞ ശനിയാഴ്ച അവിടെ നടക്കുന്നത്. അവിടെ ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന ഈ യുവതിയെ റഹീസ് ഇമാം സാബ് എന്ന് പറയുന്ന ഒരു യുവാവ് അവരുടെ കഴുത്തിൽ കത്തിയാഴ്ത്തി ഇറക്കുകയും ചോരയിൽ കുളിച്ച് കിടന്ന ഈ യുവതിയെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തുകയും പിന്നീട് അവരെ കിംസിലേക്ക് മാറ്റുകയും ചെയ്തു. കിംസിൽ വെച്ചാണ് അവരുടെ മരണം സംഭവിച്ചത്. ഇതൊരു ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു പ്രതിഷേധം ഉയർന്നു. ഈ കൊലപാതകയെ പെട്ടെന്ന് തന്നെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്തു. ഈ റഹീസ് ഇമാം സാബാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഈ റഹീസ് ഇമാം സാബിനെതിരെ അതായത് രഞ്ജിതയുടെ സഹോദരിയായിട്ടുള്ള അക്ഷത ഒരു പരാതി പോലീസിൽ സമർപ്പിച്ചു. ആ പരാതി ഇങ്ങനെയാണ്: തൻ്റെ സഹോദരി ഡിവോഴ്സായി 4 വർഷമായി വീട്ടിൽ കഴിയുകയാണ്. അവർക്ക് 10 വയസ്സുള്ള ഒരു മകനുണ്ട്. അവരുടെ മുൻ ഭർത്താവ് എന്ന് പറയുന്നത് സച്ചിൻ കട്ടേര എന്ന് പറയുന്ന മഹാരാഷ്ട്ര സ്വദേശിയാണ്. അദ്ദേഹവുമായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് രഞ്ജിത തങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. രഞ്ജിതയുടെ ബാല്യകാല സുഹൃത്തും സഹപാഠിയുമാണ് ഈ റഹീസ്. അടുത്ത കാലം മുതൽ ഈ റഹീസ് രഞ്ജിതയെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി ആദ്യം രഞ്ജിതയെ സമീപിക്കുകയും രണ്ടാമത് രഞ്ജിത അത് കുടുംബത്തെ അറിയിച്ചപ്പോൾ കുടുംബത്തോട് സംസാരിക്കാനും ഒക്കെ ഈ റഹീസ് വരികയുണ്ടായി. തങ്ങൾ ഒരു കാരണവശാലും അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹരാസ്മെൻറ്റ് നടക്കുകയാണ്, ഹരാസ് ചെയ്യുന്നു, പുറകെ നടന്ന് ശല്യം ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇത്തരമൊരു പരാതിയാണ് ഈ ശനിയാഴ്ച രാവിലെ അക്ഷത കൊണ്ടുപോയി കൊടുത്തത്. അക്ഷത ഈ പരാതി കൊടുത്തതിന് മണിക്കൂറുകൾക്കിപ്പുറമാണ് ഈ കൊലപാതകം നടന്നത്. അതായത് അക്ഷത രാവിലെ 10 മണിക്ക് ഈ പരാതി കൊടുക്കുന്നു, ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ കൊലപാതകം എല്ലാപ്പൂരിൽ സംഭവിക്കുന്നു. അപ്പം അക്ഷത പരാതി കൊടുത്തത് അറിഞ്ഞ് അക്ഷത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ റഹീസിനെ വിളിച്ചിരുന്നു, സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു. ഞായറാഴ്ച രാവിലെ എത്തണമെന്ന ആവശ്യമാണ് ഈ റഹീസിന് നൽകിയത്. അതിൽ പ്രകോപിതനായ ഇയാളാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ജോലി കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന രഞ്ജിതയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ട് കളഞ്ഞത്. സ്വാഭാവികമായിട്ടും അവിടെ വലിയ പ്രതിഷേധമുണ്ടായി. അത് ശ്രീരാമ സേന, ഈ പ്രമോദ് മുത്തലിക് അടക്കമുള്ളവർ ഇത് ഏറ്റെടുത്തു, വലിയ പ്രതിഷേധം പ്രഖ്യാപിച്ചു. ഞായറാഴ്ച അവിടെ ബന്ദ് പ്രഖ്യാപിച്ചു. എല്ലാവരിൽ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധമൊക്കെ വളർന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പോലീസ് ഇതിൽ 103 BNS പ്രകാരം 103 ആണ്. BNS പ്രകാരമുള്ള കേസ് എടുക്കുകയും ചെയ്തു. ഇതിൻ്റെ ഒരു നാൾ വഴി ഞാൻ പറയാം.
ഈ രഞ്ജിത എന്ന് പറയുന്ന യുവതി 5 വർഷം മുമ്പ് നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്ന ശേഷം, നാട്ടിലെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലേക്ക്, എല്ലാപ്പൂരിലേക്ക് വരുന്നു. ഇവർ ഇവിടെ ഒരു സ്വയം സഹായ സംഘത്തിൽ അംഗമാകുന്നു. അതിൻ്റെ ചാർജ് ഇവർ ആദ്യം ഏറ്റെടുക്കുന്നു. അവിടെ ജോലി ചെയ്ത് വരവേ അവിടെ ഒരു സ്ത്രീ ഈ വായ്പ എടുക്കാൻ വേണ്ടി എത്തുന്നു. അതിന് ജാമ്യം നിന്നത് ഈ റഹീസാണ്. റഹീസ് ജാമ്യം നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീക്ക് ഈ സ്വയം സഹായ സംഘം പണം അനുവദിച്ച് കൊടുക്കുകയുണ്ടായി. ഇതിന് പിന്നാലെ ഈ സ്ത്രീ വിവാഹം കഴിച്ച് പോവുകയും മറ്റൊരു നാട്ടിലേക്ക് പോവുകയും പിന്നീട് ഈ സ്വയം സഹായ സംഘത്തിൻ്റെ ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാതാവുകയും ചെയ്തു. സ്വാഭാവികമായും ജാമ്യക്കാരനെയാണ് വിളിക്കുക. അങ്ങനെയാണ് ഇവരുടെ പരിചയം തുടങ്ങുന്നത്. വീണ്ടും ഈ റഹീസിനെ വിളിക്കുകയും റഹീസ് സഹപാഠിയാണെന്ന് അറിയുകയും തുടർന്ന് റഹീസ് ഈ രഞ്ജിതയെ വിളിക്കുകയും പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ രഞ്ജിതയുടെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ റഹീസ് താൻ ഈ രഞ്ജിതയെ വിവാഹം കഴിക്കാം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചു. ഇവരുടെ ഫാമിലി ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. ഇവരുടെ ഒരു സഹോദരനുണ്ട്, വീരഭദ്ര ഭനസോടെ. അയാൾ അവിടുത്തെ ഈ പറയുന്ന ശ്രീരാമസേനയുടെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അവിടെ പ്രത്യേകിച്ചും ഈ പറയുന്ന BJP ഏത് സമയവും അധികാരത്തിൽ വരികയും പോവുകയും വീണ്ടും വരാൻ സാധ്യതയൊക്കെ ഉള്ള മണ്ണായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് പേർ ഈ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കാൻ അവിടെ തയ്യാറുണ്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അവിടെ ഈ പറയുന്ന സംഭവം പെട്ടെന്ന് വർക്കൗട്ട് ആവുന്ന, പെട്ടെന്ന് ഇവർക്കൊക്കെ പെട്ടെന്ന് ചോര തിളയ്ക്കുന്ന ഒരു നാടാണ് അത്. അങ്ങനെ ഇയാൾ ഇതിനെ എതിർത്തു. തൻ്റെ ഈ പറഞ്ഞ അക്ഷത, വീരഭദ്ര മനസ്സോടെ ഇങ്ങനെയുള്ള ബന്ധുക്കൾ ആരും ഇത് അനുവദിക്കാത്തത് കൊണ്ട് ഈ രഞ്ജിത ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല. മാത്രമല്ല 10 വയസ്സുള്ള ഒരു മകനും ഉണ്ട്. അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇയാൾ പിന്നാലെ കൂടിയപ്പോഴാണ് ഈ വിവരം ഈ രഞ്ജിത അക്ഷതയോട് പറയുന്നത്. രഞ്ജിതയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമായിരുന്നു. ഇത്തരത്തിലൊരു പരാതി പോയി പറയാനുള്ള ധൈര്യം ഈ രഞ്ജിതയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അക്ഷത പോയി ഈ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തത്. അതാണ് ഇതിൻ്റെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇയാൾ ഈ കൊലപാതകം ചെയ്യുന്നത്. പ്രതിഷേധം കനത്തതോടുകൂടി ഇയാൾ എവിടേക്ക് ഓടിപ്പോയി എന്നത് മനസ്സിലാക്കാതെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമായി ഇത് മാറി. BJPയുടെ സംസ്ഥാന നേതൃത്വമൊക്കെ ഈ വിഷയം ഏറ്റെടുത്തു. വലിയ രീതിയിൽ ചർച്ചയായി തുടങ്ങി. അങ്ങനെയിരിക്കെ ഞായറാഴ്ച രാവിലെ ഈ റാംപൂരിലെ, അതായത് എല്ലാപ്പൂരിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ അകലെ റാംപൂരിനകത്ത് ഒരു വനം, ഒരു ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിനുള്ളിൽ ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ, ഈ റഹീസിനെ തൂങ്ങി മരിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയതോടുകൂടി പോലീസ് ഈ കേസ് ഇനിയിപ്പം കോടതിയിൽ നോട്ടീസ് കൊടുത്ത് റിപ്പോർട്ട് കൊടുത്ത് അവസാനിപ്പിക്കും. അക്യൂസ്ഡ് മരിച്ചു. സോ കേസ് ക്ലോസ് ചെയ്യണം. രണ്ടുപേരുടെയും ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് ഇരം മരണപ്പെട്ടു, കേസെടുത്തു, അതിനുശേഷം പ്രതിയും മരണപ്പെട്ടു. ഈ രഞ്ജിതയുടെ കേസിൽ 2 വകുപ്പാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് കൊലപാതകം, 2 ദളിത് ഈ ആക്രമണം, ദളിത് വിഭാഗങ്ങളെ ആക്രമിക്കുക. അത് വലിയ വകുപ്പാണല്ലോ. ഈ 2 കേസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് റിപ്പോർട്ട് കൊടുത്ത് അവസാനിപ്പിക്കും. പക്ഷേ ഇത് അവസാനിപ്പിച്ചാലും ഈ വിഷയം മടങ്ങി അവിടെ അവസാനിക്കാൻ തൽക്കാലം ഇത് അവിടെ അവസാനിക്കാൻ പോകുന്നില്ല. കാരണം ഈ രഞ്ജിത ഭനസോടെ ക്രൂരമായി കഴുത്തിലുണ്ടാകുന്ന അറ്റാക്ക്, കഴുത്തിന് നമ്മളെ ഈ ശ്വാസത്തിൻ്റെ അകത്തെ ഈ പള്ളികളൊക്കെ പിടിച്ച് പുറത്തിടും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു കൊലപാതകം കൂടെ പറഞ്ഞു തരാം. പണ്ടൊരാൾ ഇതുപോലെ ഒരു കൊലപാതകം നടത്തി. കഴുത്തിൽ ആഴത്തിൽ കത്തി കൊണ്ട് കുത്തി. അത് കത്തി വലിച്ചപ്പോഴത്തേക്ക് കഴുത്തിനുള്ളിലുള്ള ആന്തരിക ഭാഗങ്ങളെല്ലാം കൂടി പുറത്തു വന്നു. കേസ് പോലീസ് വിചാരിച്ചു ചെന്നായയുടെ ആക്രമണമാണ്, അല്ലെങ്കിൽ അത് സമാനമായിട്ടുള്ള ഏതെങ്കിലും ജീവി ഇയാളുടെ കഴുത്ത് കടിച്ചു പറിച്ചതായിരിക്കും എന്ന് വിചാരിച്ചു. പോസ്റ്റ്മോർട്ടം ടേബിൾ എത്തിയപ്പോൾ ആ ഡോക്ടർ, ഫോറൻസിക് സർജൻ പറഞ്ഞു ഇതൊരു ചെന്നായം ആക്രമിച്ചതല്ല, ഇതാരോ, അതായത് കത്തിയുടെ മുകളിൽ ഈ പറയുന്ന ഡിസൈനുള്ള കത്തി ഉണ്ടല്ലോ, അങ്ങനെയുള്ള എന്തോ ഒരു കത്തി ഉപയോഗിച്ചപ്പോൾ അകത്തേക്ക് കുത്തിയിട്ട് വലിച്ചെടുത്തപ്പോൾ ഈ അകത്ത് കിടക്കുന്നതെല്ലാം കൂടി ഇതിൻ്റെ മുകളിൽ കുടുങ്ങിയിട്ട് ഇത് പറഞ്ഞ് പുറത്തു വന്നതാണ്. അതല്ലാതെ ഇതിങ്ങനെയല്ല. ആ രീതിയിൽ മാരകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതവർ പെട്ടെന്ന് മറക്കാൻ പോകുന്നില്ല. ഏതായാലും ഈ സംഭവത്തിൽ BJP നേതൃത്വം ഇടപെട്ടു. BJP അവർക്ക് സഹായ ധനം അവിടെ പ്രഖ്യാപിച്ചു. മാത്രമല്ല അവർക്ക് ഭൂമിയും 2 ഏക്കർ ഭൂമിയും BJP അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
രഞ്ജിതയുടെ കുടുംബത്തിന് കുടുംബത്തിന്. ഭൂമിയും അനുവദിച്ചു. 2 ഏക്കർ ഭൂമിയാണ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ പണവും അനുവദിച്ചു കൊടുത്ത് ആശ്വാസകരം എന്ന രീതിയിൽ 5 ലക്ഷം രൂപ ആദ്യമേ മുൻകൂറായിട്ട് തന്നെ അവരവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ ഈ രഞ്ജിതയുടെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യം രണ്ടുപേരും മരണപ്പെട്ടെങ്കിലും ഈ വിഷയം തൽക്കാലമൊന്നും അവിടെ അടങ്ങാൻ പോകുന്നില്ല. ഈ രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അത് നീങ്ങും, ഭാവിയിലേക്ക് അല്ലെങ്കിൽ നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് അവിടെ എപ്പോഴും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പുറത്തുനിന്ന് പ്രൊവോക്കേഷൻ ഉണ്ടാവും, ഇപ്പുറത്തുനിന്നും പ്രൊവോക്കേഷൻ ഉണ്ടാവും. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ജാതീയത വല്ലാതെ കാർന്നത് ജാതീയതയല്ല, ഇത് ജാതിയല്ല, രാഷ്ട്രീയ മുതലെടുപ്പാണ്, മത അടിസ്ഥാനമാണ്. മതമാണ് ഇതിൻ്റെ ബേസ്, ജാതിയൊന്നുമില്ല. അത് രാഷ്ട്രീയക്കാർക്ക് ഒരു കൂട്ടർ മുതലെടുക്കുകയും ചെയ്യുന്നു. അതെ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മതമാണ് പ്രശ്നം, ജാതീയതയൊന്നുമില്ല. കൂടുതലൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ശരി, ആശംസിക്കാം. ഓക്കെ, ശരി.